ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനലിലെ 15ാമത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും അല്ലെങ്കിൽ റെഗുലറായിട്ട് തന്നെ വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചു. ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിരുന്നു, കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നായിരുന്നു യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ കണ്ടിന്യൂസ്, അതായത് പറ്റുന്ന രീതിയിൽ ഇടുക. അത് വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ വീഡിയോസ് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ ആ ഒരു വഴിയേ നടക്കുന്നു, ഞാൻ ഈ വഴിയേ നടക്കുന്നു. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം, ഓരോ ദിവസവും പുതിയതാണ്. നമ്മൾ വീണിടത്തുനിന്ന് എഴുന്നേറ്റ് വീണ്ടും നടക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ഓരോ ദിവസവും പുതിയ ദിവസമാണ്, ഓരോ അവസരങ്ങളും പുതിയ അവസരങ്ങളാണ് നമുക്ക് ബെറ്റർ ആവാൻ. ന്യൂ ഇയർ വരെ കാത്തിരിക്കണ്ടല്ലോ. നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കും, കുറച്ച് വെച്ച് ആ തീരുമാനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, വീണ്ടും നമ്മൾ എഴുന്നേൽക്കും, പുതിയ തീരുമാനങ്ങൾ എടുക്കും, വീണ്ടും നടക്കും. ഇതാണല്ലോ ജീവിതം, ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും എൻ്റെ വീഡിയോയിലൂടെ, ഈ ചാനലിലൂടെ എനിക്ക് പറ്റുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നെങ്കിൽ അവരോടൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ അവധിയാണ്, ഞാൻ ടീച്ചറാണ്. ഇപ്പോൾ സ്കൂളിൽ ഇപ്പം സമ്മർ വെക്കേഷനാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, ഭയങ്കര പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. കരിഞ്ഞു പോവും. ഇപ്പം അവധിയാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ കിട്ടും. അതിലും ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ ചെയ്യാൻ വലിയൊരു മോട്ടിവേഷനൊന്നും എനിക്കില്ല, എങ്ങനെ ഇത് ചെയ്യണം, അങ്ങനെ ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം കൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് നേരം കുറച്ച് സംസാരിച്ച് ഇടും, അത് ഡിലീറ്റ് ചെയ്യും, വീണ്ടും ഇടും, ഡിലീറ്റ് ചെയ്യും. അങ്ങനെ കുറേ തവണ ഈ ഒരു കലാപരിപാടി നടന്നു. വീണ്ടും ഞാൻ എന്തായാലും ഇന്ന് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുകയാണ്. ഇപ്പം അറിയാമല്ലോ, ഈ ചാനലിലെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന, ഇപ്പം തൽക്കാലം എനിക്ക് പറ്റുന്ന രീതിയിൽ സംസാരിക്കുക. ഇഷ്ടമുള്ളവർ കേൾക്കുക, ഇഷ്ടമില്ലാത്തവർ കേൾക്കത്തില്ല, എനിക്കറിയാം. ഈ നമ്മുടെ ഇപ്പോഴത്തെ യൂട്യൂബിലൊക്കെ ഒരുപാട് അടിപൊളി വീഡിയോസൊക്കെ ഉള്ളപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണാൻ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ ഒരു സമാധാനം, എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ ഇടാം, ഇല്ലേ? ആരെങ്കിലും ഏതെങ്കിലും വഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടാലോ എന്നൊക്കെ ഒരു ചെറിയ പ്രതീക്ഷ, അങ്ങനെയാണ്. പിന്നെ എനിക്ക് വലിയ എഫേർട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെയുള്ള വീഡിയോസൊന്നും ഇടാൻ തൽക്കാലം പറ്റത്തില്ല. ഇഷ്ടമുണ്ട്, ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ, അടിപൊളി വീഡിയോസൊക്കെ കാണുമ്പോൾ അതുപോലൊക്കെ ചെയ്യണമെന്നും വ്ളോഗ്സൊക്കെ കാണുമ്പോൾ ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇങ്ങനെയൊരു സാഹചര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ എനിക്ക് തൽക്കാലം പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം, സംസാരിക്കാം. എൻ്റെ സ്വന്തം സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അടുത്തിരിക്കുമ്പം എനിക്ക് സംസാരിക്കാൻ എന്താണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ സംസാരിക്കാമെന്ന് വിചാരിക്കാം. അപ്പം ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും, എല്ലാവരും ഇങ്ങനെയാണോ എന്നറിയത്തില്ല, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ വരുമ്പോൾ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളൊന്നും എനിക്ക്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര ഡെപ്തിലുള്ള പ്രണയം അങ്ങനെയൊന്നുമില്ല. സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ എല്ലാം എനിക്ക് പറയാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ്. എനിക്ക് വിചാരിക്കാൻ എല്ലാം പറയാൻ പറ്റുന്നൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. യൂട്യൂബിലും എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ കാര്യങ്ങളൊന്നും എല്ലാം. കാരണം നമ്മൾ ഒരാളോട് നമ്മുടെ കാര്യം പറയുമ്പോൾ അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും, നമ്മളിപ്പം പറയുന്നൊരു സെൻസിലായിരിക്കത്തില്ല. അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം നമുക്കറിയാം, നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അതിന് പല അർത്ഥങ്ങളാണല്ലോ വ്യാഖ്യാനിക്കുക. അപ്പം അങ്ങനെയല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ കല്യാണം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ പറ്റി ഒരു പെണ്ണിനെ സംബന്ധിച്ച് ആ ഒരു പെണ്ണിൻ്റെ ജീവിതം മാറ്റുന്നൊരു പ്രക്രിയയാണ് കല്യാണം എന്ന് പറയുന്നത്. വിവാഹത്തിന് മുന്നേ
ഉള്ള ഒരു ലോകത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു പറിച്ചു നടലാണ് വിവാഹം കഴിഞ്ഞൊരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെടി ഒരിടത്ത് നമ്മൾ വളർന്നു, ആ നല്ലതായിട്ട് വളർന്ന ഒരു ചെടി നമ്മൾ മാറ്റി വേറൊരിടത്ത് നടുമ്പം ആ ചെടി നന്നായിട്ട് വളരണമെങ്കിൽ, വീണ്ടും നല്ല രീതിയിൽ വളരണമെങ്കിൽ അവിടെ നല്ല അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ചെടിക്ക് നല്ലതായിട്ട് വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരിടത്ത് വളരുവാണ്, അവിടെ നല്ല സന്തോഷമായിട്ട് ജീവിച്ച് വേറൊരിടത്ത് പറിച്ച് നടുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ആ ചെടിക്ക് വേണ്ടതായിട്ടുള്ളതൊന്നും ആയിരിക്കത്തില്ല കിട്ടുന്നത്. അപ്പോൾ അത് ചെടി എങ്ങനെയൊക്കെയോ അങ്ങ് വളരുകയാണ്. വളരേണ്ടതുപോലെയൊന്നും ആയിരിക്കത്തില്ല വളരുന്നത്, കാരണം ആ ഒരു പ്രോപ്പർ എൻവയോൺമെൻറ്റ് ആയിരിക്കില്ല. അങ്ങനെയാണൊരു സ്ത്രീയുടെ ജീവിതം കൂടുതലും. ഇപ്പം കല്യാണം കഴിഞ്ഞ് നമ്മളൊന്ന് ചോദിച്ച് നോക്കുക, എത്ര സ്ത്രീകൾ ഹാപ്പിനെസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര കല്യാണം കഴിഞ്ഞിട്ട് എത്ര പേര് സത്യസന്ധമായിട്ട് ഹാപ്പിനെസ് ഉള്ളവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കും. കാരണം കാണില്ല, എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം കുടുംബജീവിതത്തിൽ മാത്രമായിരിക്കത്തില്ല, അല്ലാതെ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാകാം, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകാം, പിന്നെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം, ഫിനാൻഷ്യലി ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി കൂടെ ആയിരുന്നെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ആ ജീവിതം എങ്ങനെ ദുരന്തമായേനെ. ദുരന്തത്തിന് വേറെ നല്ല പേരുണ്ടെങ്കിൽ അതാണ് കല്യാണം ഈസിക്കറ്റു ദുരന്തം എന്ന് വേണമെങ്കിൽ പറയും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കല്യാണം എന്ന് പറയുന്നത് ചോദിക്കുമ്പോഴേ അവർ പറയും വേണ്ട, അല്ലെങ്കിൽ കല്യാണത്തിനോട് അവർക്ക് ഇഷ്ടമില്ല. കാരണം അവർ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് കല്യാണമൊന്നും അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അവർക്കതൊരു ഹാപ്പിനെസ് തരുന്നതല്ല, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നതോണം അവരുടെ ഒരു സ്വാതന്ത്ര്യം ഒന്ന് എൻജോയ് ചെയ്യാൻ വിവാഹത്തിലൂടെ സാധിക്കത്തില്ല എന്ന് വിചാരിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും പറയും കല്യാണമൊന്നും വേണ്ട എന്ന് പറയും. അപ്പം അത് ചിലപ്പം പേരൻസിനെയൊക്കെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് അവരുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നായിരിക്കും. പക്ഷേ നമ്മൾ ആ പേരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറിയാൽ, കാരണം കല്യാണം കഴിക്കുക എന്നുള്ളതല്ല ഒരു കുട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് എല്ലാ പേരൻസും മനസ്സിലാക്കുക. കല്യാണം കഴിച്ചാൽ നല്ലത്, ഇല്ലെങ്കിലും നല്ലത് അവരുടെ ഹാപ്പിനെസ്സാണ്, ഒരു കുട്ടിയുടെ ഹാപ്പിനെസ്സാണ്, എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ഹാപ്പിനെസ്സാണ് ഏറ്റവും വലുത് എന്നുള്ളത് ഓരോ മാതാപിതാക്കളും ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കല്യാണം കഴിക്കേണ്ട ഒരു കുട്ടി കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉടനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് കല്യാണം വേണ്ട എന്ന് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളതല്ലേ ചിന്തിക്കേണ്ടത്. നമ്മുടെ കുട്ടിയുടെ ജീവിതം, കുട്ടിയുടെ സന്തോഷം നാട്ടുകാർ പറഞ്ഞിട്ട് പോകും, പക്ഷെ ഒരു കുട്ടിയാണ് ജീവിക്കേണ്ടത് ജീവിതകാലം മുഴുവനും. അപ്പോൾ അത് പേരൻസ് ഒരിക്കലും മറക്കരുത്.